ഹലോ, ഇറ്റ്സ് മീ കൂർഗ് മലയാളി ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും അവരുടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കണമെന്നും രാവിലെ എണീക്കണമെന്നും ആഗ്രഹം കാണും. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നുണ്ടാവില്ല. ഡോണ്ട് വറി, അതിനുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരും പോലെ തന്നെ ഞാൻ അലാറം വെച്ചിട്ട് ഞാൻ കേട്ടോ രാവിലെ എണീക്കൽ. പക്ഷെ ഞാൻ ഒരിക്കലും ബെഡിൻ്റെ സൈഡിൽ ഫോൺ വെക്കാറില്ല. കുറച്ച് എണീച്ചിട്ട് കുറച്ച് അങ്ങോട്ടാണ് ഞാൻ ഫോൺ വെക്കൽ. അതുകൊണ്ട് അലാറം വെക്കുമ്പോൾ കുറച്ച് ദൂരെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ എണീക്കും. രാവിലത്തെ പ്രയറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറെങ്കിലും ഡെയിലി നടക്കാൻ ശ്രമിക്കലുണ്ട്. രാവിലെയുള്ള ഈ ഒരു നടത്തം നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. നമ്മൾ രാവിലത്തെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയും കിടക്കലില്ല. പക്ഷെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കിയാൽ ആ ഒരു ദിവസം തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ, നല്ലൊരു പ്രൊഡക്റ്റീവായിരിക്കും. രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ നൈറ്റ് നന്നായി ഉറങ്ങണം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്ലീപ്പിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കുക. കാരണം ഒരു ടൈം തന്നെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഡെയിലി നമുക്കിത് വർക്ക് ആവണമെന്നില്ല, എന്നാലും മിക്ക ദിവസങ്ങളിലും ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ തയ്യാറാക്കുക. സ്കൂളില്ലാത്ത ടൈമിലും ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഹാബിറ്റിനെ തന്നെ ഇത് ബാധിക്കും. അതേപോലെ നമ്മൾ ബെഡ് ടൈമിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു ഉറക്കം തന്നെ നഷ്ടപ്പെടും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഡെയിലി അതെങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടാണ് കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ഫസ്റ്റ് പാർട്ട് മോർണിംഗ് ആയിരിക്കും. ഞാൻ രാവിലെ തന്നെ നല്ല ഹറിബറിയായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ല. സിമ്പിളായിട്ട് കുക്ക് ചെയ്യൽ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് മാത്രമാണ് ഞാൻ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാറുള്ളത്. ഇന്ന് ഞാൻ ചെറുപയർ തോരനില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തലേന്ന് നമ്മൾ കുതിർത്ത് വെച്ച ചെറുപയർ, പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, കുട്ടിയൊക്കെല്ലാകുമ്പോൾ അത്രയുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ഒന്ന് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഞാൻ സോയാബീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എന്നും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാറില്ല. നമ്മൾ പരമാവധി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പണ്ടെല്ലാം യൂസ് ചെയ്ത് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സിൽ അതിലാണ് ഞാൻ കൊടുത്തു വിടാറുള്ളൂ. പക്ഷെ ചില ടൈം മാത്രം ഇതിലും കൊടുത്തു വിടാറുണ്ട്. എപ്പോൾ നമുക്ക് സേഫായിട്ടുള്ളത് സ്റ്റീലിൻ്റെ ആ ഒരു ലഞ്ച് ബോക്സ് തന്നെയായിരിക്കും. പക്ഷേ ഇതിലും ഞാൻ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. രാവിലത്തെ ആ ഒരു തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ബെഡെല്ലാം ഒന്ന് വിരിച്ചിടൽ. ഇന്നലെല്ലാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ നല്ലൊരു പീസ്ഫുള്ളായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്നത്തെ പോലെ ഇന്നും ഞാൻ രാവിലത്തെ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുമാത്രമല്ല, ചെടികൾ എൻ്റെ അടുത്ത് അത്യാവശ്യം കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇതെല്ലാം കാണുമ്പം തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയായിരിക്കും. ഇവിടെയുള്ള ചെടികൾക്ക് വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ മറ്റ് പണികൾ പോലും ചെയ്യാറുള്ളത്. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ എൻ്റെ പകുതി പണി കുറഞ്ഞ പോലെയാണ് കേട്ടോ. ഡെയിലി നമുക്ക് 2 ടൈം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെടികളുണ്ടാവും, 1 ടൈം ഒഴിച്ചു കൊടുക്കേണ്ട ചെടികളുണ്ടാവും, വീക്ക്ലി ഒഴിച്ചു കൊടുക്കേണ്ട ചെടികളുണ്ടാവും. അപ്പോൾ എപ്പോൾ എന്തെങ്കിലും ആയിട്ട് നമുക്കിങ്ങനെ പണിയുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ അത്ര ഡീപ്പായിട്ടൊന്നും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല, കാരണം ഇന്നലെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ രാവിലെ മിക്ക ദിവസങ്ങളിലും എൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫോണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില ടൈം മാത്രം രാവിലെ ഫോൺ എടുക്കലുണ്ട്. ഇന്ന് രാവിലെ ചായ വെച്ചപ്പോൾ പാലിക്കേടായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഹോം നൈറ്റ് തൈര് ഉണ്ടാക്കാം. നല്ലപോലെ ചൂടാറിയ പാലാണ് ഇട്ടത്. എന്നിട്ട് ഇതിലുള്ള ഈ ഒരു സംഭവം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിനായത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാല് പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാൻ 2 സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഞാൻ ഒഴിച്ചതല്ല കേട്ടോ. കുറച്ച് നേരം മുന്നേ തണുപ്പാറിയതിന് ശേഷം നല്ല രീതിയിൽ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ തൈര് ചേർക്കുമ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചധികം ചേർത്താൽ മതി. ഈ വർഷത്തെ ആദ്യത്തെ ഒരു ബുക്കാണ് കേട്ടോ ഇത്. ഞാൻ പൊതുവെ നോവലൊക്കെ വായിക്കുന്നൊരു കൂട്ടത്തിലാണ്. ഈ ഒരു ടൈപ്പ് ബുക്ക് ആദ്യമായിട്ട് അത് വായിക്കുന്നത്. പേര് പോലെ തന്നെ പോസിറ്റീവ് തന്നെയായിരിക്കും ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ.